മാന്യ പ്രേക്ഷകർക്ക് ക്രിക്കറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 2026 IPL സീസണിൽ രാജസ്ഥാൻ്റെ ക്യാപ്റ്റനും മലയാളി താരവുമായ സഞ്ജു സാംസണെ സൺറൈസേഴ്സ് ഹൈദരാബാദിലേക്ക് എത്തിക്കാൻ ഇപ്പോൾ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിസംബറിൽ നടക്കാൻ പോകുന്ന മിനി ലേലമുണ്ട്. അതിനു മുമ്പാകെ തന്നെ ട്രേഡ് വിൻഡോ വഴി ഓറഞ്ച് ആർമിയിലേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ ഹൈദരാബാദിൻ്റെ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഒരു മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ്റെ ഒരു കുറവുണ്ട്, 3-ാം നമ്പറിലേക്ക് ഇറങ്ങാൻ. അതുകൊണ്ടൊക്കെയാണ് കഴിഞ്ഞ വർഷം ഇഷാൻ കിഷനായിരുന്നു, പുള്ളി ഇടയ്ക്കൊന്നും കളിക്കാറില്ലായിരുന്നു. അതുകൊണ്ടൊക്കെ 3-ാം നമ്പറിൽ ഇറക്കാൻ ഇപ്പോൾ സഞ്ജുവിനെയാണ് അവരിപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. സഞ്ജു ഇപ്പോൾ രാജസ്ഥാനുമായിട്ട് പിണക്കത്തിലാണ്. രാജസ്ഥാൻ വിടുമെന്നും ഇപ്പോൾ കുറേ അറിയിപ്പുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഹൈദരാബാദും ഇപ്പോൾ നേരത്തെ ചെന്നൈയിലേക്ക് പോകുന്നൊക്കെ അറിയിപ്പുണ്ടായിരുന്നു. അത് നമുക്കറിയത്തില്ല. ഇപ്പോൾ ട്രേഡിങ് നടന്നു വഴി ഹൈദരാബാദിലേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ ഹൈദരാബാദ് ശ്രമിക്കുന്നത് സഞ്ജുവിനെ. ഇഷാൻ കിഷാനെ കൈമാറി സഞ്ജുവിനെ ട്രേഡ് വഴി എടുക്കാനാണ് ഹൈദരാബാദിൻ്റെ ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ജഡേജനെയും അശ്വിനെയും കളഞ്ഞ ടീമിലെ സഞ്ജുവിനെ എത്തിക്കാൻ ചെന്നൈ നടക്കുന്നുണ്ട്. അപ്പോൾ അത് അത്ര എളുപ്പമായിരിക്കില്ല. ഇപ്പോൾ സഞ്ജു അതോ രാജസ്ഥാൻ വിടില്ലേ, അതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഇപ്പോൾ നിലവിലെ റിപ്പോർട്ടൊക്കെ വെച്ചും ഇഷാൻ കിഷാൻ വെടിക്കെട്ട് ബാറ്റ്സ്മാനായ ഇഷാൻ കിഷാനെ കൊടുത്തിട്ടാണ് സഞ്ജുവിനെ ടീമിൽ എത്തിക്കാനാണ് ഇവിടെ നോക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഹൈദരാബാദും രാജസ്ഥാൻ റോയൽസും ഇപ്പോൾ ഭയങ്കര അവസാന ഘട്ടത്തിലെത്തിയെന്നാണ് ഇപ്പോൾ അറിയിപ്പുകൾ എത്തുന്നുണ്ട്. ചില മാധ്യമങ്ങളാണിതിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത സീസണിൽ സഞ്ജു SRHൻ്റെ ലൈനപ്പിൽ ഇറങ്ങുമോ എന്നും നമുക്ക് നോക്കേണ്ടതാണ്. സഞ്ജുവും കൂടി ടീമിലേക്ക് എത്തിയാൽ ഹൈദരാബാദിൻ്റെ ബാറ്റിംഗ് ലൈനപ്പ് അത് പേടിക്കേണ്ടതാണ്. ഇപ്പോൾ ഉള്ളതിനേക്കാൾ ശക്തി ആവുകയും മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ വരുന്നതോടു കൂടി ഏത് ടീമും വഹിക്കേണ്ട ഒരു ബാറ്റിംഗ് നിലയായി അവർ ഹൈദരാബാദ് മാറുന്നതാണ്. T20 നമ്പർ 1 ബാറ്റ്സ്മാൻ ആയ അഭിഷേക് ശർമ്മയെ ഓസ്ട്രേലിയൻ ക്രിക്കറ്റിൻ്റെ വെടിക്കെട്ട് ബാറ്റ്സ്മാനായ ട്രാവിസ് ഹെഡും പവർ പ്ലേ തന്നെ ബാറ്റ് ചെയ്താൽ തന്നെ ഉയർന്ന സ്കോറിലേക്ക് എത്തുന്നതാണ്. ഇതിനൊപ്പം തന്നെ സഞ്ജു 3-ാം നമ്പറിൽ ഇറങ്ങിയാൽ തന്നെ അവരുടെ സ്കോർ ഉയർന്നേക്കാം. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. സഞ്ജു അടുത്ത ദിവസം രാജസ്ഥാനിൽ എത്തുമോ, സൺറൈസേഴ്സിലേക്ക് എത്തുമോ എന്ന് നമുക്ക് കൂടുതൽ അറിയിപ്പുകളായിട്ട് പിന്നെ കാണാം.